ബീഹാർ വോട്ടർ പട്ടിക പുതുക്കൽ വിഷയം ഉയർത്തിയ ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ന് വലിയ പ്രതിപക്ഷ ബഹളമായിരുന്നു. വോട്ടർ പട്ടിക വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടു. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ നടപടികൾ വൈകിട്ട് 3 മണിവരെ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്. വലിയ പ്രതിഷേധമായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നത്. ഈ വിഷയത്തിൽ ചർച്ച വേണം എന്നുള്ളത്, പാർലമെന്റിൽ ചർച്ച വേണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പക്ഷേ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. All the reasons in detail. Members, please. What's the use of this, sir? This is 0 hour. This is 0 hour of the session so far. The House will meet at 12 noon today. ഡൽഹിയിൽ നിന്ന് ബാലഗോപാൽ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. ബാലു, ഈ ബീഹാർ വോട്ടർ പട്ടിക, പ്രത്യേകിച്ച് ഇന്നലത്തെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം സ്വാഭാവികമായും പ്രതിപക്ഷം അവരുടെ പ്രതിഷേധം കടുപ്പിക്കും. ഈ വിഷയം കാര്യമായി തന്നെ ഉന്നയിച്ചിട്ടുമുണ്ട് ഇന്ന്. എന്താണ് ഇനി മുന്നോട്ട്? ഇപ്പോൾ എന്തായാലും ചർച്ചയ്ക്ക് വഴങ്ങിയിട്ടില്ല. ഇനി എങ്ങനെ മുന്നോട്ടാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന? പ്രതിപക്ഷം ഏതായാലും ഈ വിഷയത്തിൽ, അതായത് ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഈ കർണാടകത്തിലെ ഈ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ ശക്തമായി ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാമെന്നാണ് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ കണക്കുകൂട്ടൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ലോക്സഭ പാർലമെന്റ് വളപ്പിൽ പ്രതിപക്ഷ എംപിമാർ ഈ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. തുടർന്നാണ് ഈ പാർലമെന്റിനുള്ളിലെ 2 സഭകളിലും ഈ വിഷയം സജീവമായി ഉയർത്തുകയും ലോക്സഭയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായത്. ലോക്സഭയും രാജ്യസഭയും ആദ്യം 12 മണിവരെയാണ് നിർത്തിവെച്ചത്. തുടർന്ന് രാജ്യസഭ 12 മണിക്ക് ചേർന്നപ്പോഴും പ്രതിപക്ഷ ബഹളം ശക്തമായതിനെ തുടർന്ന് ഇന്നത്തേക്ക് പിരിയുകയാണ് ഉണ്ടായത്. ലോക്സഭാ നടപടികളാകട്ടെ ഇപ്പോൾ വൈകിട്ട് 3 മണിവരെയാണ് നിർത്തിവെച്ചിരിക്കുന്നത്. ആര്യ.